കണ്ടിട്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ജസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് സീൻ ഒരു ബ്രില്യൻ്റ് സീനായിരുന്നു. ലൈക്ക് നമുക്ക് ആ മഹാഭാരത യുദ്ധത്തിൻ്റെ ആ ഒരു സീന് കാണുമ്പോൾ തന്നെ ഈ മൂവിയുടെ എന്താ പറയുക ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. എനിക്കിതൊരു എപ്പിക് സാധനമായിട്ടാണ് ഫസ്റ്റ് ആ ഒരു ഇമ്പ്രഷനിൽ തന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് കവർന്ന്, ആ യുദ്ധഭൂമിയും ആ ഒരു കളർ ടോണൊക്കെ കിട്ടില്ല. എപ്പിക് സാധനം നമുക്ക് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫസ്റ്റ് സീക്വൻസിൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ഇതിൽ ഹുക്കാവും. അപ്പൊ അടുത്ത സീനിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് പറഞ്ഞാൽ അശ്വത്ഥാമ ഉത്തരാദേവിയുടെ വയറ്റില് മറ്റേ ഒരു ബ്രഹ്മാസ്ത്ര ഒരു അമ്പയുണ്ട്. അപ്പൊ അത് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുട്ടി ജനിക്കില്ല, അങ്ങനെ പാണ്ഡവന്റെ വംശം തന്നെ ഇല്ലാണ്ടാവും. ആ ഒരു സീനും കൂടെ കണ്ടപ്പോഴേക്കും തീരുമാനമായി, ഇത് തൂക്കം തന്നെ ആ ഒരു മോഡലായി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സീക്വൻസിൽ, അതായത് നമുക്ക് ആ കൃഷ്ണനും അശ്വത്ഥാമയും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഡി ഏജിങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരുവിധം എല്ലാവർക്കും അത്ര സൂചിച്ചിട്ടില്ല. ശരിയാണ്, എനിക്കും വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഓക്കെ ആണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഇത്രയൊക്കെ കാസ്റ്റ് ചെയ്യേണ്ടത് അഭിഷേക് ബച്ചനെ ഒന്ന് വിളിച്ചുവിടുക. കാരണം എന്തുവാ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഡി ഏജിങ് ഒക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ആ കൂടെ ഒരു 2 സീനല്ലേ ഉള്ളൂ. ആ പുള്ളിയെ വിളിച്ചുകൊണ്ട് ക്യാമിയോ പോലെ എന്തായാലും ഇതിൽ ഒരു ലോഡ് കണക്കിന് ക്യാമിയോ ഉണ്ട്. അപ്പോൾ പുള്ളിയും കൂടെ ഒന്ന് പിടിച്ചിട്ടാൽ മതിയായിരുന്നു. കറക്റ്റ് സ്യൂട്ടാണ്. കേട്ടോ. പിന്നെ കൃഷ്ണന്റെ ഫേസ് റിവീൽ ചെയ്യാത്ത എന്തുകൊണ്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും അതാണ് ഗോഡ്സിന്റെ ഫേസ് റിവീൽ ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറെ കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ആരെയാണ് കൃഷ്ണനായിട്ട് ഇനി അടുത്ത പടത്തിൽ കാണണമെന്ന് കമന്റ് ചെയ്യാൻ. നീ ആ ഒരു അമിതാഭ് ബച്ചൻ അത് കഴിഞ്ഞിട്ട് ഒരു സോങ് പാടുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് അവര് അശ്വത്ഥാമയ്ക്ക് കിട്ടിയ ശാപം ഉണ്ടല്ലോ, കൃഷ്ണൻ കൊടുത്ത, അതായത് ഇനി അതായത് അടുത്ത ഈ കലിയുഗത്തിന്റെ അവസാനം വരെ ഇവിടെ നടക്കുന്ന എല്ലാം കണ്ട് സഹിച്ചിട്ട് ഇരിക്കണം, മരണം ഉണ്ടാവില്ല ഒരിക്കലും നമുക്ക്. ആ ഒരു ശാപം പാട്ടിന്റെ രൂപേണ പാടിയിട്ടാണ് അമിതാഭ് ബച്ചന്റെ ഇൻട്രോ. പോസ്റ്റ് അപ്പക്ലിപ്റ്റിക് സിനാരിയോ ആണ് പിന്നെ കാണിച്ചത്. അതായത് അവിടെ കാശി മാത്രം ഉള്ള ഒരു പ്ലേസ്, അതായത് ലോകത്തിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളും നശിച്ചു, കാശി മാത്രമുണ്ട്. അപ്പോൾ അവിടെ കുറേ റെഫ്യൂജീസ്, അതായത് 3 സ്ഥലങ്ങളാണ്. ഒന്ന് ശമ്പാല, പിന്നൊന്ന് കോംപ്ലക്സ്, പിന്നൊന്ന് കാശി. കോംപ്ലക്സ് അറിയാലോ, ആ മേലെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ളത്. താഴെ ജീവിക്കുന്നത് കാശിയിലെ ആൾക്കാർ. അവർ അവിടെയുള്ള ഒരു നോർമൽ വേൾഡ്, അതായത് നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഒരു മീഡിയോക്കർ സൊസൈറ്റി ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണ് കാശിയിൽ. പിന്നെ പുവർ പീപ്പിൾ, അതായത് ഒട്ടും, അതായത് ദാരിദ്ര്യത്തിന് അങ്ങേയറ്റം ജീവിക്കുന്നത് റെഫ്യൂജീസും ശമ്പാളിയിൽ. അങ്ങനെ 3 പ്ലേസസ്. ഈ കാശിയിലുള്ള ആൾക്കാർ ഫെർട്ടൈൽ ആയിട്ടുള്ള കുട്ടികളിനെ പിടിച്ചു കൊടുത്താൽ കോയിൻസ് കിട്ടും. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഈ കുട്ടികളിനെയൊക്കെ ചെക്ക് ചെയ്യും, ഫെർട്ടൈൽ ആണോ അല്ലേ. ആണെങ്കിൽ അവനെ പിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വിട്ടാക്കും. ആ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ മൃണാൾ താക്കൂർ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടി ആ ഒരു സോ കോൾഡ് ഡിവൈൻ ആയിട്ടുള്ള ഒരു ആളാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു സംഭവമുണ്ട്. ആണെങ്കിൽ അവരിനെ പിടിക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. ആ സീൻസൊക്കെ ഭയങ്കര ഡെപ്തിൽ ആയിരുന്നു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയത് എവിടെയെന്ന് വെച്ചാൽ, നമുക്കത് കണക്റ്റ് ആയില്ല. കാരണം ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ കാണിക്കുന്നു മൃണാൾ താക്കൂർ ജസ്റ്റ് വന്നു, അവന് സ്കാൻ ചെയ്യണു അല്ലാന്ന് പറയണു. മറ്റേ ആ ഒരു വില്ലൻ വരുന്നു, കമാൻഡർ, പുള്ളി വന്നിട്ട് കൊല്ലണു, പോകണം. ഒരു സ്കോറിങ്ങോ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ സീനായി പോയി. എനിക്ക് വലുതായിട്ട് അത് കണക്റ്റ് ആയില്ല. എനിക്കെന്തോ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് പ്ലേസിങ് ആയിട്ടാണ് തോന്നിയത് ആ സീൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഭൈരവയുടെ ഇൻട്രോ, അയ്യോ, അത് പറയാന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് ശരിയാണ്, ഒരു 2 കോമിക് റിലീഫിന് വേണ്ടി 1-2 കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഒരു ആക്ഷൻ മോഡിലേക്ക് കടക്കും, പിന്നെ കുറച്ച് സീരിയസ് ആവുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇറ്റ് വാസ് എൻറ്റയർലി ഓപ്പോസിറ്റ്. പുള്ളി തുടക്കം തൊട്ട് ഒരു ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് പകുതിയോളം അത്രയ്ക്കും ലേസി ആയിട്ടുള്ളൊരു, എനിക്ക് നമ്മളൊരു ഹാൻകോക്ക് പറഞ്ഞിട്ട് വിൽ സ്മിത്തിൻ്റെ പടമുണ്ട്, അതിൽ പുള്ളി ചെയ്യുന്ന അതേ ടൈപ്പാണ്. അതായത്
പുള്ളിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളി ഭയങ്കര ലേസി കോമിക്കായിട്ട് ആ ഒരു ഫൺ മോഡ് പിടിച്ചിട്ട് പോണ ഒരു ക്യാരക്ടറായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. അതേ സെയിം സംഭവമാണ്, കോൺസെപ്റ്റാണ് ഭൈരവി. എനിക്ക് ഒരു മീഡിയോക്കർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ ഫസ്റ്റിലത്തെ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ എന്തുവാ കാണിച്ചിരിക്കുന്നത്. ഒരു കൊറിയോഗ്രാഫി ഒന്നും അത്രയ്ക്ക് ബാലൻസ് ചെയ്തിട്ടില്ല. ഒരു ടിപ്പിക്കൽ ഫൈറ്റ് പോലെ അങ്ങോട്ട് പോയി നമുക്കൊരു എൻജോയ്, ഒരു വാ ഫാക്ടർ ഇല്ലാത്തൊരു ഫൈറ്റ് ആയിപ്പോയി. പിന്നെ ബുജ്ജിയുടെ ഒരു കോമഡി, ഞാനാണ് എനിക്ക് ബിൽട്ടപ്പ് ഉണ്ടാക്കി തന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പിന്നെ എനിക്കുണ്ടോ ഫാൻസ്, അത് എത്ര പടത്തിൽ ഇപ്പോൾ സലാറിൽ പ്രഭാസിന് ഇപ്പോൾ പൊട്ടലായത് കൊണ്ട് ഫാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് പുള്ളിക്കും വന്ന എല്ലാ പടത്തിലും ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്താണ് നമ്മുടെ യാഷ്കിനെ കാണിക്കുന്നത്. അപ്പോൾ യാഷ്കിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ട് കെ ആണ്. അവിടെയുള്ള പെൺകുട്ടികളിനെയൊക്കെ ഗർഭിണിയാക്കുക, പിന്നെ ഒരു 150 മാസം വെക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒരു സെറം ഉണ്ടാക്കുക. അതിൻ്റെ പവർ വെച്ചിട്ട്, അതായത് ലൈക്ക് ആ ഒരു കൽക്കിയുടെ കുട്ടി, കൽക്കി എന്ന കുട്ടിയാണ് വയറ്റിൽ വെച്ച ആ ഒരു സെറത്തിന് അത്രയും പവർ ഉണ്ടാവും. അപ്പം അത് യൂസ് ചെയ്തിട്ട് യാഷ്കിന് ആ ഒരു എംപയർ, പുള്ളിക്ക് പവർഫുൾ ആ എംപയറും കൺട്രോൾ ചെയ്യണം. അതായത് പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കൽക്കി ജനിച്ചു വെച്ചാൽ കൽക്കി യുഗത്തിനെ അവസാനിപ്പിച്ചിട്ട് സത്യയുഗം വീണ്ടും റീസ്റ്റോർ ചെയ്യും. അത് യാഷ്കിന് ഇഷ്ടമല്ല. യാഷ്കിൻ്റെ യുഗമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പം അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ്. അത് നമ്മുടെ താനോസിലെ ആ പുള്ളിയുടെ മൈൻഡ് സെറ്റ് പോലെയൊക്കെയാണ് യാഷ്കിന്. ഇനി നമുക്ക് ക്യാമിയോസിലോട്ട് വരാം. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ദുൽഖറിൻ്റെ ക്യാമിയോ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കണം. മേ ബി അത് അടുത്ത പാർട്ടിലൊക്കെ വരികയായിരിക്കും. പക്ഷേ ഈ ഒരു മൂവിയിൽ ദുൽഖറിനെ കാണിച്ചിങ്ങനെ ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി, ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, അതാണ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അവൻ്റെ ഗുരു ശിഷ്യ ബന്ധമായിക്കോട്ടെ, എന്നെ എടുത്ത് വളർത്തി വലുതാക്കി, ഇതൊന്നും നമുക്ക് കാണിക്കുമ്പോൾ ആ ഒരു കണക്റ്റ് ഫീൽ ചെയ്യണ്ടേ. ഇത് ജസ്റ്റ് ഒരു വന്നു പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ദുൽഖറിനെ പരശുരാമയായിട്ടാണ് റെഫറൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണ്ടേ, അത് വന്നിട്ടില്ല. അടുത്ത നമ്മുടെ റോക്സി, ദിഷ പട്ടാനി ചെയ്ത ക്യാരക്ടറാണ്. അവനും ഭൈരവിയും തമ്മിലുള്ള കെമിസ്ട്രി, അത് എനിക്ക് ഒട്ടും കണക്റ്റ് ആയില്ല. കാരണം പുള്ളി വരുന്നു, എന്താ പറയുക, ഒരു ഐറ്റം നമ്പർ ആ ഒരു മോഡിലാണ് പുള്ളിയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ മൂവി എടുത്തൂക്കി കളഞ്ഞാലും പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ ആവശ്യമില്ല, പുള്ളിയെ ജസ്റ്റ് വന്നു പോയി, എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. എനിക്ക് ആ സോങ് പ്രത്യേകിച്ച് പിടിച്ചില്ല. അത് നമ്മുടെ മലങ്ങില്ലേ, ആ പടത്തിൻ്റെ സെറ്റിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന പോലെയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പടം കൊണ്ട് കയറിയത്. അതായത് നമ്മുടെ ഇൻ്റർവൽ ബ്ലോക്ക്, അവിടെ നമ്മൾ ആ ദീപിക പടുക്കോണ് ഫയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരണില്ല, ആ സീന് തൊട്ടിട്ട് പടം സീരിയസ് പിടിക്കാനുള്ള ആ ഒരു നേച്ചർ വരുന്ന പോലെയായിട്ടാണ് എനിക്ക്. അപ്പം തൊട്ടാണ് പടം സീരിയസ് ആവാൻ തുടങ്ങിയതെന്ന് ഒരു ഫീല് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലെ ക്യാമിയോസ്, എത്ര ക്യാമിയോസ്, അന്നാബെന്ന്, രാജമൗലി, വിജയ് ദേവരകൊണ്ട, അങ്ങനെ ലോഡ്സ് ക്യാമിയോസ് ആയിരുന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഫസ്റ്റ് അന്നാബെന്നെ എടുത്തു പറയാനുള്ള, ഞാൻ ആദ്യം വിചാരിച്ചത് ചളോ ആകുന്ന വിചാരിച്ചു. പക്ഷേ അന്നാബൻ അതൊരു നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് മറ്റേ ഡ്യൂണിലെ ആ ഒരു ക്യാരക്ടറിലെ സ്പൈഡർമാനത്തെ ഹീറോയിൻ, ആ പുള്ളിക്കാരത്തിൻ്റെ വൈബൊക്കെയാണ് അടിച്ചത്. ബട്ട് ഫൈൻ. രാജമൗലി പുള്ളിയുടെ ആ ഒരു സംഭവം എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ അത് മനസ്സിലായില്ല, പുള്ളി എന്താ പറഞ്ഞെന്ന്. ആ ഒരു കോൺവെർസേഷൻ പിന്നീട് റീകളക്ട് ചെയ്തപ്പോഴാണ് ഉദ്ദേശിച്ചത് പ്രഭാസിൻ്റെ 5 വർഷം തെളിച്ച ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാർക്കാസം. അത് മനസ്സിലായപ്പോഴാണ് എനിക്കത് എൻജോയ് ചെയ്യുന്നത്. ഇതിങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഐസിങ് ഓൺ ദ കേക്ക് പോലെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുരുക്ഷേത്ര വാർ സീക്വൻസ് മോനെ, അത് കാണിച്ചിരിക്കുന്ന വിധം ഉണ്ടല്ലോ, അയ്യോ രക്ഷയില്ല. നമ്മൾ മൈൻഡൊക്കെ ഇങ്ങനെ മൈൻഡ് ബ്ലോയിങ് നമുക്ക് പറയില്ല, ആ ഒരു ടൈപ്പിലായിരുന്നു അവർ കാണിച്ചിട്ടുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് സാധനം, ഒരു രക്ഷയില്ല. ശരിക്കും അതാണ് മൂവിയെ എലവേറ്റ് ചെയ്യണം. പിന്നെ വിജയ് ദേവരകൊണ്ട അർജുനായിട്ട് വന്നത് ഒരുപാട് ട്രോൾസ് വന്നിട്ടുണ്ട്. പുള്ളി അതിൻ്റെ ക്യാരക്ടർ ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
എനിക്കറിയില്ല, മേ ബി ലൈഗർ ആ പടത്തിനെയൊക്കെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്ത്. എനിക്കറിയില്ല ഇവരെന്തുകൊണ്ടാണ്. എനിക്ക് അത്യാവശ്യം ആപ്റ്റ് ആയിരുന്നു കേട്ടോ അർജുനന്റെ. കുഴപ്പമില്ല, ഇറ്റ് വാസ് ഓക്കെ. പക്ഷെ പോസ്റ്റ് ഇന്റർവ്യൂ കണ്ടിട്ട് അമിതാഭ് ബച്ചൻ, അയ്യോ, പുള്ളിയാണ് ഈ പടത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഒരു രക്ഷയില്ല. ആ ജൈജാന്റിക് ഫിഗർ, നമുക്ക് തോന്നും പുള്ളിക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലും നമുക്ക് ഡിസാറ്റിസ്ഫൈങ്ങോ മിസ്കണക്റ്റോ ഒന്നും ഫീൽ ആവില്ല. പുള്ളി അങ്ങോട്ട് ഡെലിവർ ചെയ്ത് കൊണ്ടുപോകും. ആ ഒരു ഇന്റൻസിറ്റി ഒക്കെ ബിൽഡ് ചെയ്യാൻ ആ, ഒരു രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭൈരവിയുടെ ആ റെവലേഷൻ സീൻ ഉണ്ടല്ലോ, അയ്യോ, അത് ഞാൻ സാധാരണ എല്ലാ പടത്തിലും നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, ഇത് ഇയാൾ ഇങ്ങനാണ് എന്നുള്ള ഒരു ചിന്ത വരുമല്ലോ. ഇതില് വന്നു, പക്ഷെ ഇതാരാണ് എന്നുള്ളൊരു ക്വസ്റ്റിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. വേഗം പറ വേഗം പറ, ആ ഒരു മോഡിലേക്ക് പോയി. പക്ഷെ നോക്കുമ്പോ ആൻസർ പറഞ്ഞ പടം തീർന്ന്. അതൊരു ട്വിസ്റ്റിങ് സാധനമായിരുന്നു. പിന്നെ യാഷ്കിന്റെ ആ ഒരു ഫൈനൽ കട്ട്, അതായത് പോസ്റ്റ് ക്ലൈമാക്സിലുള്ള യാഷ്കിന്റെ സീന്. അപ്പൊ ഇനി അടുത്ത പടത്തില് ഒബിയസ്ലി യാഷ്കിനും ഭൈരവിയും കൂടെയുള്ള ഫൈറ്റ് ആയിരിക്കും. അത് നമുക്ക് എന്നാ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യും.